ഷൂട്ടിംഗ് തുടങ്ങി. മനോജ് കെ ജയൻ ആദ്യം മുതൽ എന്നോട് ചോദിച്ചു, ഇത് ഇദ്ദേഹത്തിൻ്റെ പൈസയെ കൊണ്ടു ഇത് ചെയ്യാനായിട്ട്, ഇത് അനന്തഭദ്രം സന്തോഷവും ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന സിനിമയല്ലേ, എന്നാലും എൻ്റെയും ജബ്ബാറിൻ്റെയും ഒക്കെ ഒരു ആഗ്രഹങ്ങൾ കൊണ്ട് മനോജും ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി. ഒരു ദിവസം ഷൂട്ട് ചെയ്തു. ഉണ്ണി മുകുന്ദനെ കണ്ടു, തീരുമാനിച്ചു, കഥ പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പൃഥ്വിരാജ് ചെയ്തതിനേക്കാൾ ക്രൂരമായൊരു ചതി, അത് ഇയാൾ ഈ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം, എന്തൊരു നിഷ്ഠുരവും ക്രൂരവുമായിട്ടുള്ള ഒരവസ്ഥയാണ്. അയാൾ എൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ട് എനിക്കെന്തെങ്കിലും ഒരിക്കൽ ഈ സിനിമയിൽ എന്തെങ്കിലും ആകാൻ കഴിയുമോ എന്ന് കരഞ്ഞ ആ പയ്യൻ, ആ വാക്ക് ഞാൻ കൊടുത്തു. ഞാൻ ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ സിനിമയിൽ നായകനാകും എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. 2 ലക്ഷം രൂപ അഡ്വാൻസും മേടിച്ച് ഷൂട്ടിംഗ് തീരുമാനിച്ചിട്ട് ഇയാൾ ആ സിനിമയിൽ നിന്ന് പിന്മാറി. തകർന്നു. ഒപ്പം തന്നെ ഭദ്രാസന, ആ അനന്തഭദ്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് തകർത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് ഈ ഉണ്ണി മുകുന്ദനാണ്. ഒരു എഴുത്തുകാരനും ഒരു ആ കലയെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യരുത്. മാടകൊല്ലി എന്ന് പറയുന്ന ആ പ്രോജക്റ്റിൽ നിന്ന് ഇദ്ദേഹം പിന്മാറി. ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ട് ആ സിനിമ നിർത്തിവെച്ചു. അനന്തഭദ്രം പോലൊരു മികച്ച സിനിമയുടെ പിന്നിൽ, അതിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ആ സിനിമ തകർത്തത് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഇപ്പോൾ ഈ കോലാഹലങ്ങളെ ഉണ്ടാക്കുന്ന നടനാണ്. ഞാൻ ഇത്രയും കാലം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ആകെ ഞാൻ പറഞ്ഞത് എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന വേദനയും നൊമ്പരങ്ങളും കുത്തി നിറച്ച എൻ്റെ ജീവിതത്തിൽ ഒരു ചതിയുടെ ഭാഗം, ഒരു ചതിച്ച പുരുഷനാണ് ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ.